ശുചിത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഹരിതഗ്രഹം സൃഷ്ടിക്കുവാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ നടക്കുന്ന ഗ്രീൻ ഹൈഡ്രജനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഊർജ്ജ സംരക്ഷണവും സുസ്ഥിരതയും ആഗോള നയ വ്യവഹാരത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഹരിത ഊർജ്ജം സംബന്ധിച്ച പാരീസ് പ്രതിജ്ഞാബദ്ധത നിറവേറ്റുന്ന G20 രാജ്യങ്ങളിൽ ആദ്യത്തേത് ഇന്ത്യയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തിന്റെ ഫോസിൽ ഇതര ഇന്ധനശേഷി 300% വർദ്ധിച്ചു. ഇതേ കാലയളവിൽ സൗരോർജ്ജ ശേഷിയിൽ 3000% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഗ്രീൻ ഹൈഡ്രജൻ ലോകത്തിന്റെ ഊർജ്ജ ഭൂപ്രകൃതിക്ക് പുതിയ വാഗ്ദാനമായി ഉയർന്നുവരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വൈദ്യുതീകരിക്കാൻ പ്രയാസമുള്ള വ്യവസായങ്ങളെ ഡീകാർബണൈസ് ചെയ്യാൻ ഇത് സഹായിക്കും. റിഫൈനറികൾ, വളങ്ങൾ, സ്റ്റീൽ, ഹെവി ഡ്യൂട്ടി ഗതാഗതം എന്നീ മേഖലകളിൽ ഗ്രീൻ ഹൈഡ്രജന്റെ ഉപയോഗത്തിലൂടെ നിരവധി പ്രയോജനമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ പദ്ധതിക്ക് രാജ്യത്ത് തുടക്കമിട്ടതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. India's installed non-fossil fuel capacity increased nearly 300% in the last 10 years. ഹരിത ഹൈഡ്രജന്റെ ഉൽപാദനത്തിനും ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്. നവീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, വ്യവസായം, നിക്ഷേപം എന്നീ മേഖലകളിൽ ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ പ്രചോദനമാകുന്നതായും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. അത്യാധുനിക ഗവേഷണത്തിലും വിക്ഷേപണത്തിലുമാണ് ഇന്ത്യ നിക്ഷേപം നടത്തുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ നടന്ന G20 ഉച്ചകോടിയിൽ ഗ്രീൻ ഹൈഡ്രജന് പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു. ഇത്തരമൊരു നിർണായക മേഖലയിൽ ലോകരാജ്യങ്ങൾ കൂട്ടായ പരിശ്രമം നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. The global scientific community to come together to explore various aspects. Scientists and innovators can suggest changes in public policy to help the green hydrogen sector. There are also many questions that the scientific community can look into. Can we improve the efficiency of electrolyzers and other components in green hydrogen production? Can we explore the use of seawater and municipal wastewater for production? How can we enable the use of green hydrogen in public transport, shipping, and inland waterways? Exploring such topics together. ഗ്രീൻ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് വിവിധ വശങ്ങൾ പര്യവേഷണം ചെയ്യാൻ ആഗോള ശാസ്ത്ര സമൂഹത്തോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.